കഥയാണ് പഠിക്കുന്നത് കേട്ടോ. ഒരിക്കൽ ഒരു കോഴിയമ്മ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. എവിടെ കൂടെ പോവായിരുന്നടേ? വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. കോഴിയമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കോഴിയമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അല്ലേ? അവിടെ എവിടെ ചിതനും ചിക്കിയും നോക്കിയാണ് ആര് നടന്നത്? കോഴിയമ്മ നടന്നത് കേട്ടാ. കോഴിയമ്മ ചിക്കി ചേർന്ന് നോക്കി നടന്നു. അപ്പോൾ ഒരു ധാന്യമണി കിട്ടി. എന്ത് കിട്ടിയടേ? ധാന്യമണി കിട്ടിയല്ലേ? ധാന്യം അത് കൊത്തി തിന്നാനായിട്ട് പുറപ്പെട്ട കോഴിയമ്മ എന്ത് ചെയ്ത്? ധാന്യമണി നിങ്ങൾക്ക് അറിയാലോ എന്തിനാണെന്ന്? നമ്മുടെ ഗോതമ്പും അങ്ങനെയുള്ള വിത്തുകളുണ്ടല്ലോ, അതാണ്. എന്താണടെ അപ്പോഴ് ധാന്യമണി കിട്ടിയല്ലേ? കോഴിയമ്മയെ നോക്കി കോഴിയമ്മ എന്ത് ചെയ്ത്? ആ ധാന്യമണി ഒരൊറ്റ കൊത്ത് കൊടുത്ത് നമ്മുടെ വായി തിന്നാനായിട്ട് ഒരുങ്ങിയപ്പോഴ് നമ്മുടെ ധാന്യമണി എന്ത് ചെയ്ത്? കോഴിയമ്മയെ നോക്കിയിട്ട് കരഞ്ഞു പറഞ്ഞു. എന്താണ് കരഞ്ഞു പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്നെ എന്ത് ചെയ്യില്ലേ? എന്നെ തിന്നല്ലേ, പക്ഷെ എന്നെ എന്ത് ചെയ്യണം? കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. എന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്? കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞല്ലേ? എന്നിട്ടോ കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കോഴിയമ്മ കേട്ടോ? കോഴിയമ്മ കേട്ടോടെ? കേട്ടില്ല. കേട്ടോടെ? ഇല്ല. ഒരുപാട് ധാന്യമണി കുഴിച്ചിട്ട എന്ത് പറ്റും? നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ധാന്യമണികൾ ഉണ്ടാവും അല്ലേ? എന്ത് ചെയ്യും? ഒരുപാട് ധാന്യമണി ഉണ്ടാവും അല്ലേ? അപ്പൊ കോഴിയമ്മയുടെ അടുത്ത് ധാന്യമണി പറഞ്ഞു, എന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാല് ഞാൻ നിനക്ക് ഒരുപാട് ധാന്യമണി തരാം. കോഴിയമ്മ വിചാരിച്ചു ഒരു ധാന്യമണിയെ കിട്ടി എന്റെ വിശപ്പ് മാറൂലല്ലോ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കുഴിച്ചിടാം അല്ലേ? ധാന്യമണിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കോഴിയമ്മ കേട്ടോ. എന്നിട്ട് അത് കുഴിച്ചിട്ടു. എന്ത് ചെയ്തടേ? കുഴിച്ചിട്ടു. അതിന് ദിവസവും വെള്ളമൊഴിച്ചു, വളവും ഇട്ടുകൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്ത്? ചെടി ചെറുതായിട്ട് വളരാൻ തുടങ്ങി അല്ലേ? നിറച്ചും ധാന്യമണികൾ ഉണ്ടായി. വളർന്നിട്ട് എന്ത് ചെയ്ത്? നിറച്ചും ധാന്യമണികൾ ഉണ്ടായി അല്ലേ? കോഴിയമ്മയും മക്കളും ധാന്യം കൊത്തി എന്ത് ചെയ്ത്? കൊയ്തെടുത്തിട്ട് അവരെ അപ്പം ഉണ്ടാക്കി വയറ് നിറയെ കഴിച്ചു. അപ്പം ഉണ്ടാക്കി എന്ത് ചെയ്ത്? വയറ് നിറയെ കഴിച്ചു അല്ലേ? അപ്പം എന്താണ് നമ്മുടെ കോഴിയമ്മയ്ക്ക് എന്ത് കിട്ടിയടേ? ദോശ കിട്ടിയല്ലേ? അതിന് മുമ്പ് ആദ്യം എന്താണ് കിട്ടിയത്? ഒരു ധാന്യമണിയാണ് കിട്ടിയല്ലേ? വിശന്ന് വന്ന കോഴിയമ്മയ്ക്ക് ഒരു ധാന്യമണി കിട്ടി. ആ ധാന്യമണി കൊത്താൻ ഒരുങ്ങിയപ്പോൾ എന്ത് ചെയ്ത്? ആ ധാന്യമണി പറഞ്ഞു, എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ എന്ന് പറഞ്ഞല്ലേ? അപ്പൊ എന്ത് ചെയ്ത്? തിന്നാതെ അതിനെ കൊണ്ടുവന്ന് എവിടെ ചെന്ന് ചെയ്ത്? കുഴിച്ചിട്ടല്ലേ? കുഴിച്ചിട്ടപ്പോഴ് എന്നിട്ട് അതിന് വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്? വളർന്ന് വന്ന് എന്നിട്ട് എന്ത് ചെയ്ത്? നിറയെ എന്ത് പിടിച്ച്?